നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ദോഷൈരേതൈ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വതാഃ. കുലഘാതകന്മാരുടെ വർണ്ണസങ്കരമുളവാക്കുന്ന ഈ ദോഷങ്ങളാൽ ശാശ്വതങ്ങളായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിച്ചു പോകുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തിലെ 43-ാമത്തെ ശ്ലോകമാണിത്. അർജുനന്റെ സന്ദേഹങ്ങൾ തീരുന്നില്ല. ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ അധപതിച്ചവനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അധപതിക്കുന്നത്? ഈ യുദ്ധം കൊണ്ട് കുലധർമ്മങ്ങളെല്ലാം നശിച്ചു പോകും. അങ്ങനെ ഈ കുലധർമ്മങ്ങൾ നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമൂഹത്തിൽ അശാന്തി പടരുക എന്നാണ് അർത്ഥം. കാരണം വർണ്ണസങ്കരം സംഭവിക്കും, ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതെയാകും. അതുകൊണ്ട് ആ സമൂഹത്തിന് ശാന്തി ഉണ്ടാവില്ല. അപ്പോൾ ആ ശാന്തി ഇല്ലാതിരിക്കാൻ ഉള്ള കാരണം ഞാനായി തീരും ഒരു യുദ്ധം കൊണ്ട്. അപ്പം അതുകൊണ്ട് ഈ യുദ്ധം വേണോ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായി യുദ്ധത്തിനെതിരെ സംസാരിച്ച ഒരു വ്യക്തി അർജുനനായിരിക്കും. ഒരു മഹായുദ്ധം ആസന്നമായിരിക്കുന്ന അവസ്ഥയിൽ ഈ യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച് വീണ്ടും വിചാരമുണ്ടായി യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് യുദ്ധത്തിനെതിരെ സംസാരിച്ച, ഈ ലോകത്ത് സംസാരിച്ച ആദ്യത്തെ വ്യക്തി അർജുനനായിരിക്കും. നമുക്കറിയാം, നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മതം തന്നെയാണ്. ഏതൊരു കുലധർമ്മവും ആ കുലത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹിന്ദു മതം എന്ന് പറയുന്നത് കേവലം ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ്, അതൊരു ജീവിത രീതിയാണ്, അത് കുറേ തത്വസംഹിതകളാണ്. ഈ തത്വസംഹിതകളൊക്കെയും അവനവനും മറ്റുള്ളവനും ഗുണമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എവിടെയാണോ ഈ തത്വസംഹിതകൾ, ഈ കുല സംസ്കാരം നശിച്ചു പോകുന്നത്, അവിടെ ആ മാനവരാശിയുടെ പതനം തന്നെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിലുള്ള നാശവും ഇല്ലാതെ ഈ കുലധർമ്മം, ഈ സംസ്കാരമെല്ലാം നിലനിൽക്കേണ്ടത് ഈ മാനവരാശിയുടെ അല്ലെങ്കിൽ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരുടെ നിലനിൽപ്പിന് അടിസ്ഥാനമാണ്. കാരണം ഈ സംസ്കാരം എന്ന് പറയുന്നത് സനാതനമാണ്, നാശമില്ലാത്തതാണ്. ആ സംസ്കാരത്തിൻ്റെ നാശം എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ നാശമാണ്. അതുകൊണ്ട് ഈ സംസ്കാരം നശിക്കാൻ പാടില്ല എന്ന് അർജുനൻ പറയാണ് ഭഗവാനോട്. പക്ഷേ ധർമ്മസംസ്ഥാപനം ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ച ശ്രീമൻ നാരായണന് ഇതെല്ലാം അറിയാം. അർജുനൻ ചിന്തിക്കുന്ന കുലധർമ്മത്തിനപ്പുറമുള്ള ധർമ്മ മാർഗങ്ങളെക്കുറിച്ച് അറിയുന്ന വ്യക്തിയാണ് ഭഗവാൻ ശ്രീമൻ നാരായണൻ കൃഷ്ണൻ. അപ്പോൾ ഇങ്ങനെയെല്ലാം അർജുനൻ കുലധർമ്മ മര്യാദകളുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവിടെ യുദ്ധം വളരെ ആസന്നമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോഴെല്ലാം നമ്മൾ ചില നാശത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നമ്മൾ എല്ലാം ശാന്തിയുടേതും സമാധാനത്തിൻ്റെയും മാർഗങ്ങളിൽ കൂടി ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശാന്തി തൽക്കാലമായി നമുക്കുണ്ടാകുമെന്ന് തോന്നുമെങ്കിലും ഒരു ദീർഘ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ആ ധർമ്മം നശിച്ചു പോയേക്കാം. അതുകൊണ്ട് അത്യാവശ്യം പ്രതികരണശേഷി നമ്മൾ ആർജിച്ചേ മതിയാവൂ. നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ദ്രോഹിക്കരുത്. പക്ഷേ സ്വയരക്ഷയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും തൻ്റെ സംസ്കാരത്തിനെതിരെ ആരെങ്കിലും ആവശ്യമില്ലാതെ വാളുയർത്തിയാൽ അവിടെ ആ സംസ്കാരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി,
ആ ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി ആയുധമെടുക്കേണ്ടത് നമ്മുടെ ആ സമയത്തെ സാഹചര്യമാണെങ്കിൽ അവിടെ നമ്മൾ ഈ വിധത്തിലുള്ള കുലമര്യാദകളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടേണ്ടതിനു പകരം അവിടെ ആയുധമെടുത്ത് ധർമ്മ സംസ്ഥാപനം ചെയ്യുക തന്നെ വേണം. പക്ഷേ അങ്ങനെ ആയുധമെടുക്കുമ്പോൾ അത് ഒരിക്കലും നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാകരുത്. ഒരു സമൂഹത്തിൻ്റെ, ഒരു കുലത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ആകെ ഇഷ്ടത്തിനു വേണ്ടിയായിരിക്കണം. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി നാം ഒരു ആയുധം എടുക്കുമ്പോൾ, നമ്മൾ അവിടെ ഒരു യുദ്ധം ചെയ്യുമ്പോൾ അത് അധർമ്മത്തിനു പകരം ധർമ്മമായി തന്നെ സംഭവിക്കും എന്നാണ് ഭഗവാൻ ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ജ്ഞാനമില്ലാത്ത കേവല നൈമിഷികമായ ജ്ഞാനം മാത്രമുള്ള നമ്മളൊക്കെ ചില കാര്യങ്ങൾ അറിഞ്ഞ് അത് തന്നെയാണ് വസ്തുതാനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് ധരിച്ച് യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് ആ വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഭഗവാന്റെ ഉപദേശം നമുക്ക് നമ്മുടെ കർമ്മകാണ്ഡത്തിലേക്ക് വീണ്ടും ഒന്ന് തിരിഞ്ഞ് എത്തി നോക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത പറയുന്നത്, ധർമ്മവും അധർമ്മവും സ്ഥായിയല്ല, ആപേക്ഷികമാണ്. ഓരോ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചാണ് നമ്മൾ ധർമ്മത്തെയും അധർമ്മത്തെയും നിർവചിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഏക നിർവചനം കൊണ്ട് ധർമ്മവും അധർമ്മവും നിർവചിക്കാൻ നമുക്ക് സാധ്യമല്ല. ഓരോ നിമിഷവും അത് മാറിക്കൊണ്ടിരിക്കും, ആ കാലത്തിനും ദേശത്തിനും സാഹചര്യത്തിനുമെല്ലാം അനുസരിച്ച്. ഇതാണ് അറിവിനപ്പുറമുള്ള തിരിച്ചറിവ്. അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് ഓരോരുത്തർക്കും ആവശ്യമാണ്. കൂടുതൽ ഭഗവത്ഗീത അറിവുകളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.